ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ അത്താഴത്തിന് ഞാൻ ഡേറ്റ്സും അതുപോലെ തന്നെ ആപ്പിളും നട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു സ്മൂത്തി അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതായിരുന്നു ഉണ്ടാക്കിയത്. രാത്രി കുറച്ച് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് അത്താഴത്തിന് ഫുഡ് വേണ്ടാന്ന് രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് ചെയ്യും അത്താഴം നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് കിടന്ന് പിന്നെ ഇന്ന് കാര്യമായിട്ട് സ്നാക്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. 5 മണിയായി. അപ്പോൾ ഇന്ന് ഫിഷ് കറിയും അതുപോലെ തന്നെ പിന്നെ ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറിക്കുള്ള വെജിറ്റബിൾസും സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാൻ നിന്ന്. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങ, അതിലേക്ക് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ഉള്ളി 2-3 അതുപോലെ തന്നെ വെളുത്തുള്ളി 2-3 പിന്നെ വലിയ ജീരകം, വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് താളിച്ചതിന് ശേഷം തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അരപ്പും കൂടി ഒഴിച്ചിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫിഷും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ദോശ ഇട്ടെടുക്കാൻ നിന്നു. അങ്ങനെ ദോശയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ജ്യൂസ് അടിക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഫ്രൂട്ട്സിൻ്റെ വാട്ടർ മെലണും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു സിമ്പിൾ ഇഫ്താറായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്